ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാവൽ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജോർജിയക്ക് പോവാണ്. എന്താ പറയുന്ന ഓഗസ്റ്റ് 14 ഇൻഷാല്ലാ ഓഗസ്റ്റ് 19 ആകുമ്പോൾ നമ്മൾ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ എന്താ പറയുക 2-3 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താ പറയുക നമ്മൾ റൂമിൽ നിന്ന് 10 ആയപ്പോഴാണ് ഇറങ്ങിയത്. നമ്മളിപ്പോൾ ജിദ്ദ എയർപോർട്ടിലാണുള്ളത്. ഫ്ലൈ ഡീലിലാണ് കേട്ടോ പോണത്. ബോഡി പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. 2:50 നമ്മളെ ഡിപ്പാച്ചർ ടൈം. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോയോണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എയർപോർട്ടിലും എന്താ പറയുക തിബ്ലിസിയിൽ നമ്മൾ ഒറിജിനൽ ഇക്കാമയും അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും പിന്നെ ഹോട്ടൽ ബുക്കിംഗ്സിൻ്റെ ഡീറ്റെയിൽസ്, റിട്ടേൺ ടിക്കറ്റ്, ട്രാവൽ ഇൻഷുറൻസ് ഇതൊക്കെ ഇവിടെ ചോദിക്കും കേട്ടോ. അതൊക്കെ അവിടെയും ചോദിക്കും. അപ്പോൾ ഇതാ ഫ്ലൈറ്റ് ഇതാ പൊങ്ങിയോണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്താ പറയുക ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയില്ല. നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെ ഫ്ലൈറ്റിൽ കയറിയ എപ്പോഴും ഉള്ള പോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറിങ് കയറാം. എന്താ 4 മണിക്കൂറോളം ഉണ്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുറേ കിടന്നിട്ടും ഇരുന്നിട്ടും കളിച്ചിട്ടും ഫുഡ് കഴിച്ചിട്ടും അങ്ങനെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അങ്ങനെ കുറേ നേരം കുഞ്ഞാവിൻ്റെ കഥയൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ വേറൊരു കുഞ്ഞാവ് വന്നിട്ട് ഇതാ ബാബുവിൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജെറമോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ആൾ ഭയങ്കര ഉറക്കത്തിലാണ്. ഇവർക്ക് തന്നെ പരിപാടി ഫുഡ് കഴിക്കുക, ഉറങ്ങുക, കളിക്കുക. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജോർജിയൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള തിബ്ലിസിയിലാണ് കേട്ടോ. തിബ്ലിസിയിലാണ് നമ്മുടെ എയർപോർട്ട് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ട് ഇങ്ങനെ അന്തപൊട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ആ സമയത്ത് നമ്മളെ ലഗേജുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ ഫ്ലൈറ്റിൽ നിന്ന് പോണത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോണത് കണ്ടിട്ടുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് പോണത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. അങ്ങനെ ലഗേജൊക്കെ വരുന്നത് ഏത് ഭാഗത്തു നിന്നാണ് ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതാ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാ ഇനി അതൊക്കെ എടുക്കട്ടെ. അങ്ങനെ ഓരോന്നായിട്ട് കിട്ടിയത് കഴിഞ്ഞിട്ട് നമ്മളിത് മണി എക്സ്ചേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. മണി എക്സ്ചേഞ്ചിൽ വന്നിട്ട് നമ്മളെ എന്താ പറയുക നമ്മൾ യൂറോ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ യൂറോ ഒക്കെ എന്താക്കി ലാരിയാക്കി മാറ്റി. ഇവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങുന്ന ടൈമിലുണ്ടാകും നമ്മളെ പേരും പിടിച്ചുകൊണ്ട് ജോർജ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഗൈഡ് കേട്ടോ. അപ്പോൾ നമ്മളെ ഗൈഡാണ് ഇവിടെ മണി എക്സ്ചേഞ്ചിലൊക്കെ കൊണ്ടുപോയിട്ട് ഒക്കെ കാണിച്ചു തന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ജെല്ലാക്കി മാറ്റി. അതെന്ന് പറയുന്നത് നമ്മളെ ഒരു ലാരി എന്ന് പറയുന്നത് സൗദി റിയാൽ 1.40 കേട്ടോ. അതുപോലെ ഇന്ത്യൻ രൂപ 31 രൂപയാണ്. പിന്നെ ഇതാ നമ്മുടെ ഗൈഡിൻ്റെ പേര് ജോർജ് എന്നാണ്. നമ്മളെ ലഗേജുകളൊക്കെ ജോർജിൻ്റെ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ഇനി ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ജോർജിൻ്റെ കൂടെയൊക്കെ യാത്ര. ജോർജ് നമ്മളെ ഇൻഷാല്ലാ എല്ലാ ദിവസവും രാവിലെ ഒരു 10:15 ആകുമ്പോൾ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും. പിന്നെ ഒരു 5 മണി വരെ ജോർജിൻ്റെ ടൈമാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക ഗൈഡും അതുപോലെ നമ്മളെ ഹോട്ടൽ റൂമും ബ്രേക്ക്ഫാസ്റ്റും ഒരു പാക്കേജിലുള്ളതാണ്. പിന്നെ ടിക്കറ്റ് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്താ പറയുക ജോർജിനോട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജോർജ് പറയാണ് ഞാൻ എല്ലാ ദിവസവും 10 മണി 10:15 ആകുമ്പോഴേക്ക് വരും. അപ്പോഴേക്കും ഒരുങ്ങി നിൽക്കണം. അങ്ങനെ 5 മണി വരെയാണ് നമ്മൾ ടൈം എന്നുള്ളതൊക്കെ. പിന്നെ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് തിബ്ലിസി എയർപോർട്ടിൽ ഇറങ്ങിയേക്ക് നമ്മളത് ഓൺ അറൈവൽ വിസയാക്കി. സൗദിക്കാർക്കൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇന്ത്യന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വിസ എടുത്ത് വരേണ്ടി വരും. പിന്നെ എന്താ പറയുക നമുക്ക് ജോർജ് 2 സിമ്മും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കോളും ഫ്രീ ആണ്, നെറ്റും ഫ്രീ ആണ്. നമ്മളിവിടെ അത്രത്തോളം ദിവസം നമുക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക കാത്തിരുന്ന സമയം എത്തിയെന്ന് പറഞ്ഞ പോലെ നമ്മളെ ജിഞ്ചർ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഇവിടെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെന്താ പറയുക 101 102 ആണ് നമ്മളെ റൂം. 2 റൂമും അടുത്തടുത്താണുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ ഇട്ട ലിഫ്റ്റിൽ കൂടെ അങ്ങനെ പോയിട്ട് താഴെ നമ്മളിതാ റൂമിലേക്ക് എത്തി. ഡോർ ക്ലോസ് ആയി കഴിഞ്ഞാൽ ക്ലോസ് ആവും. ഞങ്ങളിവിടെ ഈ റൂമിലാണ്. അപ്പോൾ 2 റൂമും നല്ല അടിപൊളി റൂമാണ്. നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം. ഇതല്ല അതിൻ്റെ അപ്പുറത്തെ നേരത്തെ കയറി കാണിച്ചെന്നില്ലേ അത് മക്കൾ പറഞ്ഞു ഒരു 4 ആളല്ലേ അതല്ലേ ഞങ്ങൾക്ക് ഈ റൂം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഒരുക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾക്ക് 2 ഈ റൂം എടുത്തിട്ടോ. പക്ഷേ ഇവിടുത്തെ ഏത് രസമുള്ള റൂം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെസ്റ്റോറൻ്റൊക്കെ അതിൻ്റെ അടുത്തുള്ളത്. റെസ്റ്റോറൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അതിലേറെ ഷോക്കായിപ്പോയി. അതൊരു ബാറാണ്. ബാറും കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ രാവിലെ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കേണ്ടത്. പിന്നെ താഴേക്ക് കുറച്ച് നേരം റോട്ടിൽ കൂടെ ഇറങ്ങി നടന്നു. പിന്നെ പേടിയായപ്പോൾ വേഗം അങ്ങോട്ട് തന്നെ കയറി പോകുന്നു കേട്ടോ. നമുക്ക് പരിചയമില്ലാത്തതല്ലേ. അങ്ങനെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ.
അങ്ങനെ ഇതെല്ലാം കൂടെ കണ്ടിങ്ങനെ ആകെ കിളി പോയി നിൽക്കുകയാണ് ഞാനും മക്കളൊക്കെ കൂടെ. അങ്ങനെ നമ്മൾ എന്താ പറയുക ഗ്ലോ പോലെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞേക്ക് 10 മിനിറ്റ് കഴിഞ്ഞേക്ക് സാധനം ഇവിടെ എത്തിയിട്ടോ. ഈ ഒരു ഗ്ലോ പോലെ ഉണ്ടല്ലോ, എന്താണ് ഗ്രോസറി ഐറ്റംസും അതുപോലെ സ്റ്റേഷനറിയും ഗിഫ്റ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ കിട്ടും. 50 ലാരിക്കും മുകളിൽ ഫ്രീ ആയിട്ട് ഡെലിവറിയാണ് കേട്ടോ. പിന്നെ അതിൽ ബിൽഡിംഗ് ചാറ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതിൽ നമ്മൾ എന്താ പറയുക നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞ അതിൽ അയാൾ കൂടെ ആളോട് നമുക്ക് ചാറ്റ് ചെയ്ത് കണ്ട് എവിടെ എത്തിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. ക്യാഷ് ആണെങ്കിലും ക്രെഡിറ്റ് ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല. അങ്ങനെ രാത്രി നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടോ. പക്ഷെ അന്ന് നമ്മൾ വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ വന്ന് പുറത്തു കൂടെയൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ ഇതാ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞല്ലോ നമ്മളെ പാക്കേജിൽ ഇവിടുത്തെ ഫുഡ്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി. ആ കാണുന്ന ഒരു ട്രെയിൽ കണ്ടോ, ഇങ്ങനെ ഹാം ഇങ്ങനെ മടക്കി വെച്ചിട്ട് സോസേജ് പോലുള്ള ഒരു സംഭവം. അപ്പോൾ അത് സെൻട്രലുള്ളത് പോർക്കാണ്, ഇപ്പുറത്തെ സൈഡിൽ ചിക്കൻ, ഇപ്പുറത്ത് ബീഫ്. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അറിയുന്നത്. ഇവിടെ ശരിക്കും ഇങ്ങനെ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഇതൊന്നുമല്ല വെജിറ്റബിൾ റൈസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞു. അപ്പോൾ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ ബാബുനോട് പറഞ്ഞ് ഇത് ശരിക്കും ഇത് ചിക്കനൊന്നും അല്ലട്ടോ എല്ലാം ഒന്ന് ചോദിച്ചു നോക്കുക. പക്ഷെ ഓല് ചോദിക്കാത്ത സത്യത്തിൽ പറയണമില്ല. ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു തന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ നമ്മൾ കഴിക്കൂല അത് ഇതൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതല്ലാത്ത വേറെല്ല ഫുഡുകളൊക്കെ എടുത്ത് നമുക്ക് കഴിക്കാമല്ലോ. നമുക്ക് മാത്രമേ ഇത് പ്രശ്നമുള്ളൂ, വേറെ എല്ലാവർക്കൊന്നും പ്രശ്നമില്ലാത്തതിനെ കൊണ്ട് നമുക്കത് പ്രശ്നമാക്കാൻ എന്നൊന്നും പറഞ്ഞ് അന്തം വിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് സൗദികളും എന്താ പറയുക യമനികളുണ്ട്, ഒരുപാട് അറബികളൊക്കെ ഉണ്ട്. പക്ഷെ ഓർക്കൊന്നും അതൊന്നും ഇന്നെപ്പോലെ ഇങ്ങനെ അന്തം വിട്ട് പോർക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്തം വിട്ട് നിൽക്കുന്ന കുറച്ച് ടീംസിനൊക്കെ ഞാൻ കണ്ടു. ഇന്നെപ്പോലെ പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾക്കൊന്നും അത് വിഷയമല്ല. കാരണം അതല്ലെങ്കിൽ വേറെ ഫുഡ് എടുത്ത് കാണാൻ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാ ഇതും പോയി. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നുള്ളതിക്ക് പിന്നെ വേറെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ നമ്മൾ ഏത് രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇതൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ. പിന്നെ എന്താ പറയുക ഹലാൽ ഫുഡ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടുന്ന് കുറച്ചും കൂടെ പോകണം. ഒരു 15-20 മിനിറ്റൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഹലാൽ ഫുഡൊക്കെ ഉള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ മോർണിംഗിൽ നമുക്ക് ഇവിടുന്നാണ് ഫുഡ്. നമ്മളെ എന്താ പറയുക നമ്മളെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മളെ റൂമും അതുപോലെ ഗൈഡും ബ്രേക്ക്ഫാസ്റ്റും. അപ്പോൾ അതെന്താണെങ്കിലും നമ്മൾ ഇവിടുന്ന് കഴിക്കണമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് ഒക്കെ സെറ്റാക്കി എന്താണെങ്കിലും അതൊക്കെ കഴിച്ച്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല കേട്ടോ. എന്താണെങ്കിലും പണ്ട് എനിക്ക് വെറും ചോറില്ലാതെ അല്ലെങ്കിൽ നമ്മളെ സാധാ ഫുഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളെ നേറി വന്ന ഒരു ദിവസം 2 ദിവസം എന്നെക്കൊണ്ട് ചോറൊന്നും ഇല്ലാതെ പോകും. പക്ഷേ ഇപ്പം എനിക്ക് എല്ലാം എന്താ പറയുക ഇവിടേക്ക് വന്നതിനെ കൊണ്ട് മാത്രമല്ല അതങ്ങനെ ഇപ്പം അങ്ങോട്ട് ശീലമാക്കി എടുത്ത്. കാരണം മക്കൾ പല ഐറ്റം ഫുഡും കഴിക്കും. അപ്പോൾ ഇതിനെ കൊണ്ട് തന്നെ നമ്മളും അതങ്ങനെ ശീലമായി വന്ന്. ഇപ്പോൾ ചോറ് ഒരു മാസം കിട്ടിയില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല അങ്ങനെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഈ ഒരു ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സംഭവം ഉണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 100 ലാരി സത്യത്തിൽ പിന്നീട് നഷ്ടമായി എന്നല്ല നമുക്ക് പിന്നീട് കേട്ടോ മനസ്സിലായി. അങ്ങനെ 60 ലാരി വെച്ചിട്ട് നമ്മൾ ഓരോരുത്തർക്ക് കുഞ്ഞാവക്ക് വേണ്ട കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീലൊക്കെ ഉറപ്പിച്ച് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെന്താണ് തുർക്കിഷ് ടീയും പിന്നെ വൈന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓരോ വകയായിട്ടുണ്ട്. പിന്നെ അതൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പോൾ ടീ ഇതാ ജോർജ് കൊടുന്നു തരുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകട്ടോ. അപ്പോൾ 10 ലാരി കുറവാണ്, 50 ലാരിയാണെന്ന് തോന്നുന്നത് ഇവർ പറഞ്ഞത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വന്ന് പോണതിനെക്കാട്ടിലും അവിടെ അപ്പുറത്തെ സൈഡിൽ കൂടെ പിന്നീട് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ പറയുക അവിടെ കുറവാണ് എന്നുള്ളത്. അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 100 ലാരിയോളം നഷ്ടമാണെന്നുള്ളത് പിന്നീട് മനസ്സിലായി. അപ്പോൾ എന്താ പറയുക അങ്ങനെ കേട്ടോ പ്രൈവറ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് എന്താ പറയുക നമ്മളെ ബ്ലൂടൂത്തൊക്കെ അതിൽ കണക്റ്റാക്കി നമുക്ക് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റായിട്ട് പോവാം. അടിപൊളിയാണ്. അപ്പോൾ 1/2 മണിക്കൂർ നേരം. അപ്പോൾ അവിടെ കാണും ആ ഒരു ഭാഗം ബ്രിഡ്ജ് ഓഫ് പീസിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ പിറ്റേന്ന് നമ്മൾ നടന്നു പോയപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞ് ഇത്രയൊന്നും ഇല്ല ക്യാഷ് ഓല് നമുക്ക് 100 ലാരിയോളം കുറച്ചാണ് പറഞ്ഞത് കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് നഷ്ടമായി നമുക്ക് എന്നുള്ളത്. അപ്പോൾ ഇനി പോണോല് ശ്രദ്ധിക്കും. കുറേ മീറ്റേഴ്സ് ഈ കാറ്റ് ഇങ്ങനെ കെട്ടി കുറേ എന്തോ അട്രാക്ഷനാണ്. പാരഷൂട്ടൊക്കെ
ഈ ഒരു സംഭവം എന്താ പറയുക, ഏതോ ഒരു സമയമൊക്കെ ആകുമ്പോൾ അതിങ്ങനെ പൊന്തിച്ച് വെക്കട്ടെ മുകളിലേക്ക്. അപ്പോൾ അതിന് ശേഷം നമുക്ക് മിക്കവാറും കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ കേബിൾ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അടുത്ത്. അപ്പോൾ ഇതിൽ പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് വരുന്നത് 2.50 ലാരിയാണ് കേട്ടോ. അങ്ങോട്ട് 2.50 ലാരി ഇങ്ങോട്ടും. അപ്പോൾ ഓരോരുത്തർക്ക് 5 ലാരിയാണ് കേട്ടോ അതിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളെ ജോർജ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഫോണ് എന്താണ് നമ്മൾ ഓരോ ഫോട്ടോ എടുത്തുക്കണോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ട് ചില ആളുകൾ നമ്മളെ ഫോണ് മേടിക്കുമല്ലോ. മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഒരിക്കലും തരൂല, ഫോൺ കൊണ്ട് ഒരു പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ കൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ ഭയങ്കര അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ജോർജ് കൂടിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറപ്പായി, പിന്നെ പേടിയായി. അപ്പോൾ അതിനെക്കൊണ്ട് ഫോണൊന്നും ആരുടെ കയ്യിലും അധികം കൊടുക്കാതെ വെക്കുക, ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അറിയാത്തവരൊക്കെ എടുത്ത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് സോനിയറുകളൊക്കെ കാണാനുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ എന്തൊക്കെയാണ് മേടിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയില്ല. നല്ല അടിപൊളി സാധനങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇവിടുന്ന് 2-3 മേടിക്കുക. ഇനി വേറെ ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ, അപ്പോൾ വേറെ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ വേറെ കണ്ടു കഴിഞ്ഞാൽ മേടിക്കുക വിചാരിച്ച് 2-3 മേടിച്ചു. അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് പിന്നെ നമുക്ക് താഴെ എന്താ പറയുക നരിക്കാല വാട്ടർഫാളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൂടി നടക്കണമെങ്കിൽ തന്നെ ഏകദേശം 3-4 മണിക്കൂർ നേരത്തെ കാഴ്ച കാണാണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്നത്തെ അത് ഇനി വേണ്ടാന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഒരുപാട് നടക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ ഇവിടെ നിന്നാണ്ട് അങ്ങനെ കണ്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ മേടിച്ച്, പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളെ കൈ ഓലെന്നെ നീട്ടി വെച്ച് തരും. വെച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കൈയൊക്കെ വെച്ച് തരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുന്ന ടൈമിലാണ് നമ്മൾ മെറ്റൽ ട്രീ കണ്ടത്. അത് ഞാൻ ജോർജിനെ കുറിച്ച് മുന്നേ സെർച്ച് ചെയ്യുന്ന ടൈമിലൊക്കെ ഒരുപാട് ഫോട്ടോയിലും വീഡിയോസിലൊക്കെ കാണലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ജോർജ് ഒരു സ്ഥലത്ത് നിർത്തി നമുക്ക് കാണിച്ചു തരികയാണ്. ഈ മിൻറ്റസ്മിൻ്റെ പാർക്ക് നമ്മൾ നാളെ വരാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്താ പറയുക. അപ്പോൾ അതാ 3-ാമത്തെ ദിവസം നമ്മൾ എത്തിയിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണിട്ടത്. അങ്ങനെ നമ്മൾ ആ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക 2 ലാരിൻ്റെ ഒരു കാർഡ് എടുക്കണം. അതിലേക്ക് 8 ലാരി ഓരോരുത്തർക്ക് വെച്ചിട്ട് അതിൽ നമ്മൾ കയറ്റണം. അങ്ങനെ ഓരോ ആളുകൾക്കും 8 ലാരിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നത് ഫ്യൂണിക്കുലാർ റെയിൽവേയിലാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കാണുന്നത്. അപ്പോൾ ഇതാ അതിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അയ്യോ എന്തൊരു രസമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കേട്ടോ. എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഓരോ റെഡിലേക്കും കയറണമെങ്കിൽ നമ്മൾ വേറെ ക്യാഷ് അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ മാപ്പൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ട് നിൽക്കാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. കാഴ്ചകൾ കാണുന്നതിനപ്പുറം എനിക്ക് ഇവിടെ ഉള്ള ആളുകളെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര നല്ല രസം. നമ്മളിതുവരെ കാണാത്ത, നമ്മൾ സഞ്ചാരത്തിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരുപാട് ആളുകളും രീതികളും അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസം കേട്ടോ. എന്താ പറയുക, ഇവിടെ വാട്ടർ പാർക്കും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ഡ്രസ്സ് വേണമെങ്കിൽ വേറെ കയ്യിൽ കരുതിയിട്ട് പോരാം. പിന്നെന്താ ഇവിടെ മെഴുക് പ്രതിമകൾ, ഒരുപാട് റൈഡുകളും ഒരുപാട് കാണാത്ത കുറേ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ.
പിന്നെ ഉണ്ടല്ലോ നമ്മളെ ഗൈഡ് നമ്മളെ 10:30 വന്ന് പിക്ക് ചെയ്യും മോർണിംഗിൽ. 5 മണി 5:30 ആകുമ്പോഴേക്ക് ഗൈഡിൻ്റെ പരിപാടി തീരും. പിന്നെ നമ്മളെ റൂമിൽ കൊടുന്നാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് യാൻഡെക്സിൽ നമുക്ക് വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ട് യാൻഡെക്സ് വരും. 5 മിനിറ്റ് കൊണ്ട് വണ്ടി ഇവിടെ എത്തും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട സ്ഥലങ്ങൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഒരുപാട് പ്ലേസ് കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ രാത്രി 12-1 മണി വരെ കറങ്ങലാണ്. ഒരു ദിവസം പോലും നമ്മൾ മിസ്സാക്കലില്ല. പിന്നെ അതിൽ നോക്കിയിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്താൽ മതി. കാരണം അങ്ങനെ ഒരുപാട് നമ്മൾ ടാക്സി ഒന്നും വിളിച്ച് പോകണം അത്രയ്ക്ക് ക്യാഷൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് കുറവായിരിക്കും. നമ്മൾ നോക്കുന്ന ടൈമിൽ നമുക്ക് പല റേറ്റിലുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാണ് നമുക്ക് ബുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന ടൈമിൽ ഈ ഒരു പാർക്കിൽ ഒരു ഹലാൽ റെസ്റ്റോറൻറ്റ് കണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മളിതാ കച്ചാപ്പൊരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ജോർജിയയിൽ വന്നിട്ട് ഇവിടുത്തെ ട്രഡീഷണലായിട്ടുള്ള കുറച്ച് ഫുഡുകൾ നമ്മൾ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് ഫുഡുണ്ട്. അതിലെല്ലാം ഒന്നാണ് കേട്ടോ ഈ ഒരു കച്ചാപ്പൊരി എന്ന് പറയുന്നത്. സംഭവം കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. മറ്റേ മൊസറല്ല ചീസും എന്താ പറയുക എഗ്ഗും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാം. പിന്നെ വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരു എന്തോ ഒരു ഓയിലിൻ്റെയൊക്കെ ഒരു വേറെ സ്മെല്ലൊക്കെ അതിന്നിങ്ങനെ വന്നിട്ട്, പക്ഷേ അമ്മൂക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ റൂമിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് 5 മിനിറ്റ് തൊട്ട് നമ്മളെ റൂമിലേക്ക്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിൽക്ക്, ബിസ്ക്കറ്റ്, ബ്രെഡ്, ന്യൂട്ടെല്ല, ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. റൂമിൽ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ 2 റൂമിലും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരുവിധ എല്ലാ കടയിലും ആൽക്കഹോളും വൈനും ഇല്ലാത്ത ഷോപ്പുകൾ കുറവായിരിക്കും. അങ്ങനെ എന്താ ജോർജ് നമ്മളെ റൂമിലാക്കി തന്നിട്ട് ജോർജ് പോയി. പിന്നെ കുറച്ച് റൂമിലൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും, ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങും. എന്തുവാ അപ്പോൾ ഇതേ സമയം ഏകദേശം 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവിടുന്ന് പോണീൻ്റെ മുന്നായിട്ട് നമുക്ക് തിബ്ലിസി മുഴുവൻ കറങ്ങി കാണുന്നുണ്ട്. അപ്പോൾ ജോർജിൻ്റെ ടൈം ഏകദേശം 5 മണി കഴിഞ്ഞാൽ ജോർജ് രാവിലെ 10 മണി മുതൽ എന്താ പറയുക 5 മണി വരെ ജോർജിൻ്റെ ടൈമാണ് നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തരുന്നത്. ബാക്കിയുള്ള ടൈം നമുക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണാം. ഗൂഗിളിൽ നോക്കിയാലും ഒക്കെ നമുക്കറിയാമല്ലോ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളും ഓക്കെ. അപ്പോൾ ഞങ്ങൾ യാൻഡെക്സിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2-3 മിനിറ്റ് കൊണ്ട് വണ്ടി എത്തും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കറങ്ങി എല്ലായിടും ചുറ്റിക്കറങ്ങി നടക്കും. പിന്നെ തിരിച്ച് 1 മണിയൊക്കെ ആകുമ്പോഴുള്ളൂ റൂമിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ട് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇൻഷാല്ലാ അതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ജോർജിയാൻ്റെ ഈ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ, അത് 2-3 ഭാഗമായിട്ട് വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്.